പ്രശാന്ത്, ഈ പലപ്പോഴും ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അത്തരത്തിലും ഈ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ വഖഫ് നിയമം ഭേദഗതി വന്നപ്പോൾ ഇവർക്ക് എതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമൊക്കെ പല ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട്. ഒരു ന്യൂനപക്ഷ സമുദായത്തെ അത്തരത്തിലാക്കി തീർത്തുകൊണ്ട് ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലേ അത്? സാറേ, ഈ വഖഫ് നിയമം ഇപ്പം JPC അംഗീകാരത്തോടുകൂടി പാർലമെൻറ്റിൽ വന്നത് പാസ്സാവും. വഖഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഭൂമി വഖഫ് ഇനിയും ചെയ്യാം. മുസ്ലിങ്ങൾക്ക് വഖഫ് ഇനിയും ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദാനം കൊടുക്കുന്ന ഭൂമി അള്ളാഹുവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭൂമി വേറെ ഒന്നിനും ഉപയോഗിക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിലനിർത്തി പോകുന്ന ഒരു സമ്പ്രദായം, അവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസം ഇനിയും തുടരും. മറ്റേ പണി നടക്കത്തില്ല. വല്ലോൻ്റെ മുതൽ എൻ്റേതാണെന്ന് പറഞ്ഞ് ഒരു നോട്ടീസും കൊടുത്ത് അതങ്ങ് പിടിച്ചു വയ്ക്കാമെന്നുള്ള പണി നടക്കത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. വഖഫിൻ്റെ പേരിൽ മുതലെടുപ്പും കച്ചവടവും ആ ഭൂമി കൈവശം വെച്ചിരുന്ന് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് അത് മറിച്ച് വിറ്റ് തിന്നുന്നവന്മാരുടെ തീറ്റി അങ്ങ് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞ ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കി മറിക്കുക. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, അതാണ് വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ ഒരു അധിനിവേശം ഇന്ത്യയിൽ നടക്കത്തില്ല. ഭൂമി പിടിച്ചെടുക്കൽ ഇന്ത്യയിൽ നടക്കത്തില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വകുപ്പായിരുന്നു സെക്ഷൻ 40 എന്ന് പറയുന്നത്. അത് 1993 അന്ന് ഈ പറയുന്ന നരസിംഹറാവുവിൻ്റെ കാലത്ത് 54-55 ആദ്യത്തെ വഖഫ് നിയമം വരുന്നത്. ആദ്യത്തെ വഖഫ് നിയമം വരുമ്പോൾ ആ നിയമത്തിനകത്ത് ഈ പറയുന്നത് പോലെ സിവിൽ കോടതികൾക്കൊക്കെ ഇടപെടാമായിരുന്നു മാന്യമായിട്ടുള്ള, അല്ലെങ്കിൽ നിയമത്തിനകത്ത് നമ്മൾക്ക് നമ്മുടെ കോടതികൾക്കും നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇടപെടാനൊരു പഴുതുണ്ടായിരുന്നു. പഴുത് അടച്ചു 93 നരസിംഹറാവു. അന്ന് കൊണ്ടുവന്ന നിയമമാണല്ലോ ഏത് പ്രോപ്പർട്ടിയും വഖഫിൻ്റെതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ക്ലെയിം ചെയ്താൽ വഖഫ് ആ ഭൂമി നോട്ടീസ് കിട്ടി പരിശോധിച്ച് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണൽ അത് അംഗീകരിച്ചാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഒരു കോടതിയിലും പോകാനൊക്കത്തില്ല. സിവിൽ കോടതിയിലല്ല, സുപ്രീം കോടതിയിലും പോകാനൊക്കത്തില്ല. 2013 വീണ്ടും വിശാലമാക്കി. ഇങ്ങനത്തെ ഒരു ഭൂമി, സാറ് താമസിക്കുന്ന ഭൂമി ഒരുത്തം പറയുന്നു വഖഫിൻ്റെതാണ്, നോട്ടീസ് കൊടുക്കുന്നു, വഖഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നോട്ടീസ് തരുന്നു, അത് ആ നോട്ടീസ് അങ്ങോട്ട് പോയി ഇതിന് സമാന്തരമായിട്ട് നിൽക്കുന്നതാണ് ട്രൈബ്യൂണൽ. വഖഫ് ഒരു നോട്ടീസ് കൊടുക്കുന്നതിന് ഒരിക്കലും വഖഫിൻ്റെതല്ലെന്ന് പറഞ്ഞൊരു തീരുമാനം ട്രൈബ്യൂണലിൽ നിന്ന് വരത്തില്ല. അതിനാരും പ്രതീക്ഷിക്കേണ്ട. ആ ട്രൈബ്യൂണൽ പറയുകയാണ് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ സാറിൻ്റെ പേര് ക്രിമിനൽ കേസ് കൊടുക്കും, അകത്തും കിടക്കണം. എങ്ങനെയുണ്ട് 2010? അപ്പോൾ ഇനിയും അത് നടക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അതായത് പിന്നൊരു ചോദ്യം, എന്തിനാണ് ഞങ്ങളുടെ വഖഫ് ബോർഡിനകത്ത് ആ മുസ്ലിങ്ങൾ എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ആ മുസ്ലിങ്ങൾ ഇരുന്നോട്ടെ. നിങ്ങൾ ഇന്ന് മുസ്ലിമായിട്ടുള്ളവൻ ഭൂമി വഖഫ് ചെയ്താൽ ആ ഭൂമി വഖഫ് ചെയ്യാം. ആ മുസ്ലിങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? നിങ്ങളുടെ ഭൂമി വഖഫ് ചെയ്യാമല്ലോ. പക്ഷെ മുസ്ലിങ്ങൾ വേണം ഇതുവരെയുള്ള ക്ലെയിം തീർക്കണ്ടേ? ഇതുവരെയുള്ള ക്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 9 ലക്ഷം ഭൂമി വഖഫിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, 1 ലക്ഷം കോടി ആസ്തി ഉണ്ടല്ലോ, 200 കോടി വാർഷിക വരുമാനം ഉണ്ടല്ലോ. ഈ ഭൂമി വഖഫിൻ്റെതാണോ ഇതുപോലെ തട്ടിപ്പറിച്ചതാണോ എന്ന് അറിയണ്ടേ? എൻ്റെ നിങ്ങൾ മാത്രം ഇരുന്നാൽ നടക്കുമോ? നിങ്ങളുടെ ട്രൈബ്യൂണലിൽ വന്ന് പിന്നെ വേറെ ഒന്നുകൂടെ ഭേദഗതി ചെയ്തിട്ടുണ്ട്, സാറേ പരിശോധിക്കണം തെറ്റുമല്ലോ ഉണ്ടോന്ന്. ട്രൈബ്യൂണലിൽ ചെന്നാൽ അവർ ശരി വെച്ചാൽ നമുക്ക് കോടതി പോകാം. അതായത് നമ്മുടെ കോടതിക്കും ഭരണഘടനാ സംവിധാനത്തിന് ഇതിനകത്ത് ഇടപെടാൻ പറ്റും. അതുപോലെ CEO പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫീസർ ആ മുസ്ലിം ആണെങ്കിലും വീണ്ടും രണ്ടും ആ മുസ്ലിങ്ങളെയും കൂടെ വയ്ക്കാം. ജനപ്രതിനിധികൾക്ക് ഇടപെടാം, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇടപെടാം. അതായത് നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവൻ ഇനി വഖഫ് ചെയ്യാൻ പറ്റത്തില്ല. മുസ്ലിമായിട്ടുള്ളവൻ 5 കൊല്ലമെങ്കിലും അതിൻ്റെ നിഷ്ഠയും ആചാരവും വളരെ കൃത്യമായിട്ട് നയിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഭൂമി വഖഫ് ചെയ്യുന്നതിന് പുതിയ വഖഫ് ഭേദഗതി നിയമം കൊണ്ട് കുഴപ്പമില്ല. വഖഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ 54 അനുവദിച്ച നിയമം 93 വിശാലമാക്കി. അതിനുശേഷം വീണ്ടും ലോകത്ത് കേട്ടുകേഴ്വി ഇല്ലാത്ത രീതിയിൽ അതിന് മാറ്റം വരുത്തി 2013 മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച് ഇവിടുത്തെ ഭൂമി പിടിച്ചടക്കിക്കൊണ്ടിരുന്ന വഖഫ് നിയമത്തിനകത്ത് വളരെ കൃത്യമായിട്ട്
ആൾക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ആൾക്കാരുടെ ഭൂമി കൊള്ളയടിക്കാൻ പറ്റാത്ത മാർഗങ്ങൾ ഒഴിവാക്കി, എന്നാൽ മുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ ആചാരാനുഷ്ഠമായിട്ടുള്ള വഖഫ് നടത്തി പോകുന്നുള്ള സംവിധാനമാണ് പുതിയ വഖഫ് നിയമം. ഇത് മുഴുവൻ വഷളാക്കിയെടുത്തത് കോൺഗ്രസ് സർക്കാരായിരുന്നല്ലോ. കോൺഗ്രസ് ഫേവർ ചെയ്തില്ലേ സാറേ? ചെയ്തിട്ടുണ്ടോ? ഫേവർ ചെയ്ത അല്ല, ഇതിനകത്തല്ല. അല്ലെങ്കിൽ അതെ, വഷളാക്കിയെടുത്തത് കോൺഗ്രസ് 54 നിയമം കൊണ്ടുവന്നു, നെഹ്റു കൊണ്ടുവന്നു. അതിനുശേഷം ബാബറി മസ്ജിദ് പൊളിഞ്ഞു വീണപ്പോൾ കോൺഗ്രസ് പൊളിച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളൊരു സമരമൊക്കെ നടത്തിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് മരസമരം നിന്ന് കൊടുത്തതാണ്, അന്ന് പൊളിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ അന്ന് മുസ്ലിങ്ങളെ ഈ ഒന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഖഫ് എന്ന വഖഫിനകത്തൂടെ ബാബറി മസ്ജിദ് പോയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ത്യയിലുടനീളമുള്ള വല്ലവൻ്റെയൊക്കെ ഭൂമി പിടിച്ചെടുക്കാൻ ഒരു നിയമം ഉണ്ട്, അതിനകത്ത് കൈകാര്യം ചെയ്തു തരാം. മാത്രമല്ല അന്ന് ഈ അങ്ങേര് 100 കോടി രൂപ മേടിച്ചെന്ന് പറയാം. എനിക്കറിയത്തില്ല, ആരോപണം പറഞ്ഞതേ ഉള്ളൂ. 100 കോടി രൂപ അന്നത്തെ കാലത്ത് മേടിച്ചെന്നാണ് പറയുന്നത് നരസിംഹറാവു. അന്നാക്കി കൊടുത്ത വീണ്ടും 2013 വന്നപ്പോൾ വഖഫ് ഭേദഗതി വീണ്ടും ഇങ്ങനെ. അപ്പോൾ സെക്ഷൻ 40 ഇതിനകത്തില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ JPC കൊണ്ടുവന്ന വഖഫ് നിയമം ഇതുപോലെ അന്ന് തന്നെ പാർലമെൻറ്റിൽ പാസ്സാക്കാം. ഇതിനകത്ത് JPCയുടെ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതിന് JPCയുടെ തീരുമാനം അല്ലെങ്കിൽ അത്രയ്ക്ക് ഉള്ള കമ്മിറ്റി ഒന്നും വെക്കണമെന്നില്ല. അവർക്ക് ഭൂരിപക്ഷമുണ്ട്. 2 ലോക്സഭയിൽ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി. ഇത് എന്തിനു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളെ 10 MP വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റം വരുത്താനുണ്ടായിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ വേണ്ടി വെച്ചത്. അവരൊരു മാറ്റത്തിന് വന്നിട്ട് എന്നില്ല, ഇതിനകത്ത് കമ്മിറ്റി കൂടാൻ സമ്മതിക്കത്തില്ല, പാർലമെൻറ്റ് ബഹളം ഉണ്ടാക്കുക. അവർക്ക് ഇതിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി ഉള്ള നിബന്ധനകൾ പോലും വയ്ക്കാൻ സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും MP മെനക്കെട്ടിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. കേരള ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഇതിനകത്ത് CEO അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ വയ്ക്കുന്നതിന് നേരത്തെ കളക്ടറെ ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ അതിനകത്ത് BJP തന്നെ മാറ്റം വരുത്തി. എന്തോന്നറിയോ? അതായത് ഗവൺമെൻറ്റിന് ആ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാം, കളക്ടർക്ക് തുല്യമായിട്ടല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ നേരത്തെ കളക്ടറെ തീരുമാനിക്കണമെന്ന് ആയിരുന്നു നിയമം. അപ്പോൾ ആ നിയമം പോലും മാറ്റി കൊടുത്തത് BJP ആണ്. ഇതിനകത്ത് ഈ മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് ഫേവർ അല്ല ഈ നിയമം, പുതിയ നിയമത്തിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഫേവർ അല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമ്മിറ്റിക്കകത്ത് വന്നിരുന്ന് കമ്മിറ്റിക്കകത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഇടപെടലില്ലേ നടത്തേണ്ടത്. ഇത് കമ്മിറ്റിക്കകത്ത് വരത്തില്ല. കമ്മിറ്റിക്കകത്ത് അവരുടെ അല്ലെങ്കിൽ ഇന്ന മാറ്റം വരുത്തണമെന്ന് പറഞ്ഞൊരു ഒരിടപെടൽ നടത്തിയിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ വഖഫ് നിയമം എന്ന് പറയുന്ന നിയമം ഇപ്പോൾ JPCക്ക് വിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അംഗീകാരം കിട്ടി. ഇനി പാർലമെൻറ്റിൽ ലോക്സഭയിൽ പാസ്സാക്കും, നിയമസഭയിൽ പാസ്സാക്കും, രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ ഈ നിയമവും ബില്ല് നിലവിൽ വന്നു. അപ്പം ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വഖഫ് മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാം, പക്ഷേ വല്ലവൻ്റെയും ഭൂമി പിടിച്ചെടുക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നോക്കുന്ന ഭൂമിയും ഉദ്ദേശിക്കുന്ന ഭൂമിയും ഒക്കെ ഇതിനകത്ത് വരുത്താൻ പറ്റത്തില്ല. ഇതിനകത്ത് പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം അവർക്ക് ഫേവറായിട്ടൊരു പണി കൃത്യമായിട്ട് വെച്ചു കൊടുത്തായിരുന്നല്ലോ. ഏത് ഭൂമി നോക്കിയാലും വഖഫിൻ്റേത് അവരുടേതാണെന്ന് ക്ലെയിം ചെയ്യാം. രണ്ടാമത് ഏത് ഭൂമി നോക്കിയാലും വഖഫിൻ്റേതാണ് ക്ലെയിം ചെയ്യാം. അതുപോലെ രണ്ടാമത് ഒരു ക്ലെയിം കൂടെ അതിനകത്ത് വെച്ചു, ആർക്ക് വേണേലും വഖഫ് ചെയ്യാം. ആർക്ക് വേണേലും വഖഫ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പം തിരുച്ചെന്തൂരിലെ ഭൂമി ഹിന്ദുക്കളെയാണ് അവർ പറയുന്നത്. ആയിരക്കണക്കിന് വർഷം കൊണ്ട് ഹിന്ദുക്കളെയാണ്, അവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. ആ ഭൂമി വഖഫ് ചെയ്തേക്കുക, ക്ലെയിം ചെയ്തേക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ പറയും അത് ഞങ്ങൾ പണ്ടേ ആ രാജാക്കന്മാർക്ക് കൊടുത്തതാ, ആർക്ക് വേണേലും വഖഫ് ചെയ്യാം, ഏത് ജാതിക്കാരന് വേണേലും വഖഫ് ചെയ്യാം. ആ നിയമം ഉൾപ്പെടുത്തി എൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഏത് ഭൂമിയും പിടിക്കാം. നാളെ കാലത്ത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം വഖഫിൻ്റെതാന്ന് പറഞ്ഞാൽ തർക്കിക്കാനും നോക്കത്തില്ല. അത് ഞങ്ങൾ കാലാകാലങ്ങളിൽ അത് ഞങ്ങൾ അന്ന് വഖഫ് അവിടുന്ന് അവിടുത്തെ ആരാ രാജാവ് വഖഫ് ചെയ്ത രാജാവ് വഖഫ് ചെയ്തില്ലെന്ന് സാറിന് തെളിയിക്കണ്ടേ? അവർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. പഴയ നിയമം അനുസരിച്ച് അവർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ പോരെ. സാറിന് തെളിയിക്കാൻ ചെയ്തില്ലെന്ന് തെളിയിക്കാൻ സാറ് ഇതുകൊണ്ട് നടക്കത്തില്ല. അപ്പം അതിനുകൊണ്ട് അതിനകത്ത് പുതിയ കമ്മിറ്റിക്കകത്ത് ആ മുസ്ലിങ്ങളെ വെച്ചേക്കുന്നത്. പുതിയ കമ്മിറ്റിക്കകത്ത് മുസ്ലിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് വഖഫ് നാളെ കാലത്ത് ഇന്നും ആ മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. മുസ്ലിങ്ങൾ വഖഫ് ഇന്ന ഭൂമി എൻ്റെ 10 ഏക്കർ ഭൂമി വഖഫിന് കൊടുത്തിരിക്കുന്നത്, ഇവിടുത്തെ ആ മുസ്ലിങ്ങൾ ഇതിനകത്തിരിക്കുന്ന കമ്മിറ്റിക്കകത്തിരിക്കുന്ന ആ മുസ്ലിങ്ങൾ പറയുമോ വഖഫ് ചെയ്യേണ്ടെന്ന് പറയുമോ, അല്ലെങ്കിൽ ആ ഭൂമി കൊടുക്കേണ്ടെന്ന് പറയുമോ? ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ സുതാര്യമാണ്. മുസ്ലിങ്ങൾക്ക് അതായത് സുതാര്യമായിട്ട് വഖഫ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന നല്ല മുസ്ലിങ്ങൾക്കും ഈ നിയമം നല്ലതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും നല്ലതാണ്, ഇവിടുത്തെ ഹിന്ദുവിനും നല്ലതാണ്, മുനമ്പത്തുകാർക്കും നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ചെയ്ത്താണ് മോദി ചെയ്തിരിക്കുന്നത്. ഏതായാലും
വഖഫ് വെച്ചുള്ള ഒരു കൊള്ള, ഒരു ഭൂമി അധിനിവേശം, അതെല്ലാം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. നാളെ കാലത്തെ മുത്തലാഖിൻ്റെ കാര്യം പറഞ്ഞ പോലെ യഥാർത്ഥ മുസ്ലിം ഈ കാര്യം മനസ്സിലാകുമ്പോൾ, കാരണം മുസ്ലിമിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പലയിടത്തും മുസ്ലിമിൻ്റെ ഭൂമി പോകുന്നുണ്ട്, യഥാർത്ഥ കാര്യം മനസ്സിലാകുമ്പോൾ ഇതും BJPക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.